നാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം. നാം ക്രിസ്തുവിനോട് മരിക്കണം. ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണം. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണം. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാകുക. ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുക. ഹല്ലേലൂയ, സ്തോത്രം. നാം ക്രിസ്തുവിനിൽ ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊരു വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തിജീവിതങ്ങളുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാകുവാൻ, ദൈവകൃപ വ്യാപരിപ്പാൻ, അവർ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അവർ കടന്നു വന്ന ഏത് വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പാൻ, ഹല്ലേലൂയ, സ്തോത്രം, നിത്യജീവനിലേക്ക് കൂട്ടവകാശികളാകുവാൻ ദൈവമേ നീ സഹായിക്കണമേ. വചനത്തിൻ്റെ പൊടിതിരുപ്പാൻ തക്കവണ്ണം അടിയുടെ മേൽ നിന്റെ കൃപ എവിടുന്ന് പകരുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒന്നാമത് ദൈവവചന പ്രകാരം ഹല്ലേലൂയ, നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഹല്ലേലൂയ, നാം ഒരു പുതിയ വ്യക്തിയായിത്തീരുന്നു. ഞാൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ സ്തോത്രം നിരാശയിലും ഭാരത്തിലും സ്തോത്രം ഗിൽറ്റിയിലുമൊക്കെ ഞാൻ കടന്നുപോയി. എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, യേശുവെ, ഞാൻ പാപിയായ ഒരു വ്യക്തിയാകുന്നു, എൻ്റെ ജീവിതത്തിലെ കുറവശങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിൻ്റെ പൈതലാക്കി എന്നെ തീർക്കണം, നീ എൻ്റെ കർത്താവ് ആകുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ജീവിതത്തിൽ വളരെ വ്യത്യാസം വരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പഴയ സ്വഭാവത്തെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം. രണ്ടാമത് നാം ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമത് നാം മരിക്കുക. നമുക്ക് ആർക്കും ക്രൂശിൽ ഹല്ലേലൂയ സ്തോത്രം ഇനിയും 3 ആണിമേൽ തൂങ്ങി മരിക്കാൻ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ ആയിത്തീരുവാൻ കഴിയുകയില്ല. അതിന് പകരമായി സ്തോത്രം നമ്മുടെ പഴയ മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പാപ മനുഷ്യനെ നാം കുഴിച്ചിടണം. അതിന് നമ്മളെ വെള്ളത്തിൽ മുക്കി ഹല്ലേലൂയ പൂർണ്ണമായി ഹല്ലേലൂയ മുക്കി നമ്മളെ പൊക്കുമ്പോൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് പുതിയ ഒരു വ്യക്തി, ക്രിസ്തുവുള്ള ഒരു വ്യക്തി ഉയർക്കുന്ന ഹല്ലേലൂയ അനുഭവം നമുക്ക് സ്ഥാനത്തിലൂടെ ലഭിക്കുവാനിടയായിത്തീരും. നാം ക്രിസ്തുവിനൂടെ മരിച്ച് ഹല്ലേലൂയ അടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഹല്ലേലൂയ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. നാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ നാം അവൻ്റെ മരണത്താൽ പങ്കാളികളായി തീരുന്ന സ്നാനത്താൽ. അപ്പോൾ സ്നാനപ്പെടുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പണ്ട് വിചാരിച്ചത് സ്തോത്രം സ്നാനപ്പെടുന്നത് ഹല്ലേലൂയ ക്രിസ്ത്യാനിയായിത്തീരും. അങ്ങനെയൊന്നുമല്ല. സ്നാനപ്പെടുന്നത് ക്രിസ്തുവിനെ ധരിപ്പാനാകുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തോടെ ഹല്ലേലൂയ കൂട്ടാളികളാകാനാണ് സ്നാനം. നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം നാം ക്രിസ്തുവിൽ ഹല്ലേലൂയ സ്തോത്രം പുതിയ മനുഷ്യനായി പുറത്തു വരുന്നതിൻ്റെ ഹല്ലേലൂയ അടയാളമാണ് സ്നാനം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് പെന്തിക്കോസിൽ ചേരുവാനുമല്ല. പലരും വിശ്വസിച്ചിരിക്കുന്നത് ഈ മുഴുസ്നാനം പെട്ടാൽ പെന്തിക്കോസിൽ പോകുന്നു. അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. സ്തോത്രം. എന്നാൽ പെന്തിക്കോസിന് അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പോൾ ഹല്ലേലൂയ നാം പാപത്തിൽ മരിച്ചവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സ്തോത്രം നാം എന്നാൽ ക്രിസ്തുവിൽ ഹല്ലേലൂയ സ്തോത്രം നാം ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ സ്നാനത്തിൽ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് നാം ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തു നമ്മളെ ഹല്ലേലൂയ ആത്മാവിൽ ജീവിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം സ്തോത്രം ഹല്ലേലൂയ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ ചെയ്തു. അപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം ക്രിസ്തുവിൽ നമുക്കുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. നാം നമ്മൾ ചിന്തിച്ചു ഹല്ലേലൂയ
ക്രിസ്തുവിനോടുകൂടെ നാം ക്രൂശിക്കപ്പെടുക, ക്രിസ്തുവിനോടുകൂടെ മരിക്കുക, ക്രിസ്തുവിനോടുകൂടെ അടക്കടപ്പെടുക, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാകുക. സ്തോത്രം. അപ്പോൾ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു. നാം രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിന് വരവിനായി നാം നോക്കി പാർക്കുമ്പോൾ നാം അവനോട് കൂടെ എന്തുവാൻ ഹല്ലേലൂയ സ്തോത്ര കൂട്ടവകാശികളാകുന്നു. ഹല്ലേലൂയ. ഇനി നാം എന്ത് ചെയ്യും? സ്തോത്രം. ഹല്ലേലൂയ വായിക്കുകയാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂട്ടവകാശികളിൽ തന്നെ നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ ഹല്ലേലൂയ സ്തോത്രം നാം തേജസ്കരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവമക്കളെ ദൈവവചനം വായിച്ച് അതിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി ഹല്ലേലൂയ സ്തോത്രം നശിച്ചു പോകുന്ന ഈ ഭൂമിയിലുള്ളതിനെ പറ്റി അന്വേഷിക്കാതെ ഉയരത്തിലുള്ളതിനെ അന്വേഷിച്ചുകൊണ്ട് മുന്നേറുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായി ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിനോട് പാപത്തിൽ മരിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി കർത്താവെ നീതീകരിക്കപ്പെട്ട് ഹല്ലേലൂയ തേജസ്കരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും കർത്താവെ നീ നീട്ടുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവം എന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവേ. ക്രിസ്തുവിനോട് ഹല്ലേലൂയ ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ വിടയാക്കണമേ. ആ സ്വർഗീയ ഹല്ലേലൂയ അനുഭവം പ്രാപിച്ചെടുത്ത് ഹല്ലേലൂയ നിത്യതയെ ഹല്ലേലൂയ സ്തോത്രം കൈക്കലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.